ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാവരുടെയും ചിന്ത എങ്ങനെ എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകണമെന്നുള്ളതാണ്. അത് കുഞ്ഞു കുട്ടികൾ മുതൽ കോളേജിൽ പഠിക്കുന്നവർ മുതൽ എന്തിന് വിവാഹിതരായിട്ടുള്ളവർ മുതൽ മാതാപിതാക്കൾ വരെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, എങ്ങനെ എൻ്റെ മകൻ നന്നായി മറ്റൊരു രാജ്യത്ത് സന്തോഷകരമായി ജീവിക്കുമെന്നുള്ളത്. എന്നാൽ ഈ ചിന്തകളെല്ലാം നമ്മുടെ ഈ ഇന്ത്യയിൽ, ഈ കൊച്ചു കേരളത്തിൽ കിട്ടിയാൽ എങ്ങനെയിരിക്കും? ഈ ചിന്തയെ മുൻനിർത്തി ഞങ്ങൾ തുടങ്ങുന്ന വിദ്യാഭ്യാസ സംരംഭമാണ് കളപ്പുര. കളപ്പുര എന്നുള്ള വാക്ക് മലയാളികൾക്ക് വളരെ അർത്ഥവത്തായി മനസ്സിലാകുന്ന ഒരു വാക്കാണ്. ദ ഗ്രൈനറി ഓഫ് ഗ്രോത്ത് എന്നാ പറയുന്നത്. എങ്ങനെ വിത്ത് വളർന്ന നെല്ലായി അത് അരിയാകുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി ഒരു ഗ്ലോബലി അംഗീകരിക്കപ്പെടുന്ന മനുഷ്യനായി മാറണം എന്നുള്ള ചിന്തയിലാണ് ഈ കളപ്പുര എന്നുള്ള സംരംഭം ഞങ്ങൾ തുടങ്ങുന്നത്. ഇതൊരു എൻറിച്ച്മെന്റ് സെന്ററാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ കുഞ്ഞ് ഏറ്റവും വിലപ്പെട്ടതാണ്. അത് എനിക്കായാലും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കായാലും നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ദാനമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ആ കുഞ്ഞിൻ്റെ വളർച്ച ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാനാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അവർക്ക് നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും, അവർക്ക് നല്ല ബാഗ് വാങ്ങിച്ചു കൊടുക്കും, നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഏറ്റവും മുന്തിയ സ്കൂളിൽ ചേർക്കുന്നവരുണ്ടാകാം, ഗവൺമെന്റ് സ്കൂളുകളിൽ ചേർക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ ചേർക്കുന്ന ആളുകളുണ്ടാകാം. എവിടെയായാലും ദ ബെസ്റ്റ് എൻ്റെ കൊച്ചിന് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എൻറിച്ച്മെന്റ് ഈ ലോകത്തിലെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നതിൽ എന്തെങ്കിലും ഒരു പോഷകക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കളപ്പുര നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കളപ്പുര ഒരിക്കലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയോ അല്ല. എവിടെയെല്ലാം നമുക്ക് കുറവുകളുണ്ടോ ആ കുറവുകളെ പരിപോഷിപ്പിക്കുവാനുള്ള ഒരു എൻറിച്ച്മെന്റ് സെന്ററാണ് കളപ്പുര എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു ലേണിംഗ് റിസോർട്ടാണ്. പച്ചപ്പായിട്ടുള്ള ഈ പ്രകൃതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.